ശ്രുതി, അപ്പോൾ നമ്മൾ അത്തം നഗറിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഒരാളെ കാണുന്നത്. ആരാണ്? സാക്ഷാൽ പുറകിൽ, അതെ, സാക്ഷാൽ പരമശിവൻ തന്നെയാണ്. പരമശിവൻ നിൽക്കുന്നുണ്ട്. എന്നാലും പരമശിവന്റെ വേഷമൊക്കെ ധരിച്ച് നല്ല മനോഹരമായി തന്നെ നമുക്ക് പുറകിൽ നിൽക്കുന്നുണ്ട്. ഒന്ന് താഴേക്ക് ഇറങ്ങാവോ ഭഗവാനെ? താഴേക്കൊന്ന് ഇറങ്ങാവോ? ഓക്കെ, എന്നാൽ നമുക്ക് സംസാരിക്കായിരുന്നു വിശദമായിട്ട്. ഓക്കെ, അതെ, പരമശിവന്റെ യഥാർത്ഥ പേരെന്താ? എൻ്റെ പേര് പ്രസാദ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ചെങ്ങന്നൂർ പുലിയൂർ എന്ന് പറയും. ചെങ്ങന്നൂർ പുലിയൂർ. നിങ്ങളൊരു ഗ്രൂപ്പ്, ഞങ്ങൾ പുറകിൽ കുറച്ച് പേരെ കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും അതിൻ്റെ ഒരുക്കത്തിലാണ്. പരമശിവൻ, പിന്നെ ആരൊക്കെയുണ്ട് കൂടെ? ഭദ്രകാളിയുണ്ട്, പാർവതിയുണ്ട്, ഭദ്രകാളി, നീല ഭദ്രകാളി, മറ്റേത് മഹിഷാസുരൻ, അസുരൻ. ഇപ്പോൾ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും വരാൻ തുടങ്ങിയിട്ട്? 5-6 വർഷം മേലായി. കഴിഞ്ഞ വർഷം ഞങ്ങളായിരുന്നു ഫുള്ള് നിറഞ്ഞു നിന്നത്. ഇങ്ങനെ ഇത്തവണ നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു, നിങ്ങളെ കണ്ടാൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ പൊതുവെ ഇവിടെ മാത്രമാണോ, എവിടെയൊക്കെ നിങ്ങൾ ഇങ്ങനെ? 40 വർഷമായി. റോഡ് ഷോ ഉണ്ട് അമ്പലങ്ങളിലൊക്കെ, ഫേമസ് അമ്പലങ്ങളിലൊക്കെ എല്ലാം ചെയ്യാറുണ്ട്. എന്ത് തോന്നുന്നു, മഴ പെയ്യും? മഴ പെയ്യത്തില്ല, ഭഗവാൻ താങ്ങി നിർത്തും. നമ്മുടെ വയനാടിൻ്റെ ഇതുകൊണ്ട് അവർക്ക് എന്ത് വിഷമങ്ങളല്ലേ, അപ്പം അത് അവർക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും നമ്മൾ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഓണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? അവർക്ക് കൂടി വേണ്ട. കലാകാരന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആ പ്രളയം വന്നേ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞങ്ങൾക്കിപ്പം വർക്കും കുറവാണ്. അപ്പോൾ ഇത് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം വെച്ച കാരണം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ശ്രുതി. നമ്മൾ ഈ ഒരു കലാകാരന്മാരെ കൂടെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് റിപ്പോർട്ടർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതിൽ അവർ ഏറെ സന്തോഷവാന്മാരുമാണ്. പക്ഷേ നമുക്ക് പരമശിവൻ മാത്രമല്ല, അവിടെ പാർവതി എല്ലാവരും ഉണ്ട്. അവരോട് കൂടി ചോദിക്കാം, അല്ലേ? അവരെ ഒന്ന് വിളിക്കാവോ? ഒരുക്കങ്ങൾ ഇപ്പോഴും തകൃതിയായി തന്നെ നടക്കുകയാണ് ഘോഷയാത്രയ്ക്കായിട്ടുള്ളത്. ചേട്ടാ, ഏതാണ് വേഷം? ദാരികൻ വേഷം പൂർണ്ണമായിട്ടില്ല, പൂർണ്ണതയിലേക്ക്. ശരിക്കും പേരെന്താ? ശരിക്കും പേര് വിനു. നിങ്ങൾ ഒറ്റ ഗ്രൂപ്പല്ലേ എല്ലാവരും? ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയാണ്? അല്ലല്ല, ഞാൻ വായിക്കുന്നതാണ്. ഈ എത്ര വർഷമായി ഇവിടെ ഞാൻ തുടങ്ങിയിട്ട്? ഇപ്പം 3ാമത്തെ തവണ. അപ്പം നമുക്ക് അടുത്ത വേഷം പരിചയപ്പെടാം. മറ്റേ മനോഹരമായ മറ്റൊരു വേഷം, സുന്ദരിയായ പാർവതി. ഇതിപ്പം പൂർത്തിയായി, വേഷം പൂർത്തീകരിച്ചു. എത്ര സമയം എടുത്തു ഇത്? 3-4 മണിക്കൂറായി. നിങ്ങൾ നേരത്തെ ഇപ്പോൾ നിങ്ങൾ വരുന്നത് ചെങ്ങന്നൂർ തന്നെയാണോ? കോട്ടയത്ത്. അപ്പോൾ എപ്പോഴെത്തി? ഇന്നലെ എത്തിയോ? ഇന്നലെ എത്തി. ഇന്നലെ 6 മണിയോടുകൂടി എത്തി. ഇതിപ്പോൾ എത്രാമത്തെ വർഷം ഇവിടെ വരുന്നത്? ഇതിന് മുൻപ് ഇത് തന്നെയല്ലേ വേഷം? പാർവതി തന്നെയായിരുന്നു ഈ 4 വർഷവും? പാർവതി തന്നെയായിരുന്നു വേഷം. എത്തോളം ആവേശത്തിലാണ് ഇന്നിപ്പോൾ നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഓണാഘോഷ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിലേക്ക് വരാണ്ട്. ഞങ്ങൾ കലാകാരന്മാർക്കൊക്കെ ഒരു ഇതാണ്, നമ്മുടെ ഇത് കഴിവുകൾ കാണിക്കാനുള്ള ഒരു ഇതാണ്. ഞങ്ങൾക്കെപ്പോഴും ഏറ്റവും നല്ല സന്തോഷം. ദൈവത്തോട് ഞങ്ങൾ തീർച്ചയായിട്ടും അതിസുന്ദരിയായി തന്നെ പാർവതി ഒരുങ്ങിയിട്ടുണ്ട്. പരമശിവനെ നമ്മൾ കണ്ട് ഇവിടെ താഴെ വീണ്ടും അവർ തയ്യാറെടുപ്പിൽ തന്നെയാണ്. ചേട്ടാ, ഏതാണ് വേഷം? ഭദ്രകാളി. ഭദ്രകാളിക്കായുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് കാണാം. ഒരു മണിക്കൂർ ഉള്ളി, ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറുള്ളിൽ ഓക്കെ ആവും. ഞാൻ വായിക്കാം. അപ്പോൾ അത് തന്നെയാണ്, നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ അവർ സംഘം ആയി തന്നെയാണ് എത്തിയിരിക്കുന്നത്. തുളസി, ഈ കൂട്ടത്തിൽ നമ്മൾ ഒരാളെ നിർബന്ധമായിട്ടും കാണിക്കണം. ഇന്ന് പേടിപ്പിക്കാം. അതെ, പേടിപ്പിക്കാനാണ്. കാട്ടാളനാണ് എന്ന് തോന്നുന്നു. ചേട്ടാ, ഒന്ന് സംസാരിക്കുമോ? പേരെന്താ? ശരിക്കുള്ള പേരെന്താ? കപിൽ. ഇത് ഇവിടെ വേഷം ഏതാ? വേഷം ചുടല ഭദ്രകാളി. ഭദ്രകാളിയാണ്. കരിങ്കാളിയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് മാറി പറഞ്ഞിട്ട് കരിങ്കാളിയാണ് വേഷം. ഓക്കെ, ഇവിടെ വരാം. ഇപ്പോൾ 3ാമത്തെ വർഷം. നിങ്ങൾ ഭയങ്കര ധൃതി പിടിച്ചു. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു, ഭയങ്കര ധൃതി പിടിച്ചാണ്. റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഫുഡ് കഴിച്ചിട്ടാ വന്ന. ഇവർ കഴിച്ചിട്ടില്ല. ഇനി ഒരാളും കൂടി റെഡി ആവാനുണ്ട് അല്ലേ? ഒരാളല്ല, അതിന് 3 പേര് റെഡി ആവുന്നുണ്ട്. 1, 2, 3 പേര്. അപ്പോൾ ഉഷാറാവട്ടെ, കളറാവട്ടെ, അല്ലേ? താങ്ക് യു. അപ്പോൾ അതാണ് ഈ ഒരു വേഷത്തിൽ നിന്ന് നമുക്ക് കാണിച്ചു തരാനുള്ളത് അല്ലേ. നല്ല ദൃശ്യ മനോഹരമായിരുന്നല്ലോ അല്ലേ. തീർച്ചയായിട്ടും. ഏതായാലും ഇവിടെ അത്തം ഘോഷയാത്ര ആരംഭിക്കുന്ന ഈ നഗരി ഏതായാലും വളരെയധികം കളർഫുള്ളാണ്. എല്ലാവരും ആവേശത്തിലാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഏതായാലും തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും
പൂരനഗരിയിൽ നിന്നും, അതായത് അത്തച്ചമയ ഘോഷയാത്ര നഗരിയിൽ നിന്നും ശ്രുതിയും തുളസിയുമാണ് പ്രേക്ഷകരോടൊപ്പം ചേർന്നത്.